വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ തേർഡ് ചാപ്റ്റർ ആയ ബൂട്ടി കാക്കി എന്ന ശസ്തി അല്ലെങ്കിൽ ബ്ലർബ് ആണ് നമ്മൾ പഠിക്കുന്നത്. ബൂട്ടി കാക്കി എന്നത് ഒരു സിനിമയാണ്. ഈ സിനിമ ശരിക്കും കഥയായി എഴുതിയത് ഹിന്ദി സാഹിത്യത്തിലെ മഹാനായ സാഹിത്യകാരൻ പ്രേംചന്ദ് ആണ്. അതിനെ സിനിമയാക്കിയത് ഗുൽസാർ എന്ന ഡയറക്ടറാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ബൂട്ടി കാക്കി എന്ന സിനിമയുടെ ബ്ലർബ് ആണ്, അതായത് അതിന്റെ സംക്ഷിപ്ത രൂപം. ബൂട്ടി എന്നാൽ വൃദ്ധയായ, പ്രായമായ എന്നാണ് അർത്ഥം. കാക്കി എന്നാൽ ഇളയമ്മ, വൃദ്ധയായ ഇളയമ്മ. അതിലേക്ക് പോകുന്നതിന് മുൻപ് പേജ് നമ്പർ 21 ശസ്തി അഥവാ ബ്ലർബ് ക്യാഹെ എന്ന ഒരു ഭാഗമുണ്ട്. നമുക്കാദ്യം ബ്ലർബ് എന്താണെന്ന് മനസ്സിലാക്കാം. കുട്ടികളെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ശസ്തി അഥവാ ബ്ലർബ് ക്യാഹെ. ശസ്തി അല്ലെങ്കിൽ ബ്ലർബ് എന്നാൽ എന്താണ്? ബ്ലർബ് കിസി പുസ്തകം. ബ്ലർബ് എന്നത് ഏതെങ്കിലും പുസ്തകത്തിന്റെയോ സിനിമ അല്ലെങ്കിൽ സിനിമയുടെയോ അതുമല്ലെങ്കിൽ അന്യസൃജൻകാരിക്ക് പ്രചാർ കേലിയെ മറ്റെന്തെങ്കിലും സൃഷ്ടിപരമായ പ്രചരണത്തിന് വേണ്ടിയോ ലിഖേ ജാനെ വാലെ എഴുതപ്പെടുന്ന പ്രേരക സാരാംശയെ ചുരുക്ക വിവരണമാണ്. ബ്ലർബ് എന്നത് ഒരു പുസ്തകത്തിന്റെയോ സിനിമയുടെയോ മറ്റ് സൃഷ്ടിപരമായ പ്രചാരണത്തിന് വേണ്ടിയോ എഴുതപ്പെടുന്ന സംക്ഷിപ്ത വിവരണമാണ്. ബ്ലർബില് കിതാബ് യാ ഫിലിം സെ സംബന്ധിത്, പുസ്തകത്തെയോ ഫിലിമിനെയോ സംബന്ധിച്ച മഹത്വപൂർണ്ണ ബാത്തോം കോഹി, പ്രധാന കാര്യങ്ങളും ഷാമിൽ കിയാ ജാത്താ ഹെ അടങ്ങിയിട്ടുണ്ട്. ബ്ലർബില് പുസ്തകത്തെയോ സിനിമയെയോ സംബന്ധിച്ച പ്രധാന കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. ഇസ്മേം ഇതില് രചന ഔർ രചനാകാർ സെ സംബന്ധിത്, രചനയെയോ രചയിതാവിനെയോ സംബന്ധിച്ച സംക്ഷിപ്ത വിവരണം, ചുരുക്ക വിവരണം ഷാമിൽ ഹോങ്ക അടങ്ങിയിട്ടുണ്ടാവും. അതില് ആ രചനയെയും രചയിതാവിനെയും സംബന്ധിച്ച ചുരുക്ക വിവരണങ്ങളും ഉൾപ്പെടുത്തും. കിസി ലോകപ്രിയ പാത്രഹോ, ഏതെങ്കിലും ലോകപ്രശസ്തമായ കഥാപാത്രങ്ങളാണെങ്കിലും ഉസ്കാബി അതിനെയും സിക്ർ കർന പരാമർശിക്കുന്നത് അച്ചാ ഹോങ്ക നല്ലതാവും. ഏതെങ്കിലും ജനപ്രിയമായ ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നതും നല്ലതാണ്. ബ്ലർബ് ആം തൗർ പർ. ബ്ലർബ് എന്നത് സാധാരണഗതിയില് കിതാബ് യാ പ്രചരൺ സാമഗ്രിക്ക്, പുസ്തകത്തിന്റെയോ മറ്റെന്തെങ്കിലും പ്രചരണ സാമഗ്രികളുടെയോ പിച്ചലെ ആവരൺ പൃഷ്ഠ പർ, പുറംചട്ടയുടെ പേജില് ഛപാ ജാത്താ ഹെ അച്ചടിക്കപ്പെടുന്നു. ബ്ലർബ് സാധാരണയായി പുസ്തകത്തിന്റെയോ മറ്റെന്തെങ്കിലും പ്രചരണ സാമഗ്രികളുടെയോ പുറംചട്ടയുടെ പിൻഭാഗത്ത് അച്ചടിക്കപ്പെടുന്നു. ബ്ലർബ് കെ ഛാപ്പിനേക്കാ മുഖ്യ ഉദ്ദേശ്. ബ്ലർബ് അച്ചടിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം രചന കി തരഫ്, ആ രചനയിലേക്ക് പാഠക യാ ദർശക ഹോ, വായനക്കാരനെയോ പ്രേക്ഷകനെയോ ആകർഷിത് കർനാഹി, ആകർഷിക്കുക എന്നതാണ്. ബ്ലർബ് അച്ചടിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം വായനക്കാരനെയോ പ്രേക്ഷകനെയോ ആ രചനയിലേക്ക് ആകർഷിക്കുക എന്നതാണ്. ബ്ലർബ് പഠത്തെ ഹി, ബ്ലർബ് വായിക്കുമ്പോൾ തന്നെ പാഠക് വായനക്കാരന്, യാ ദർശക് പ്രേക്ഷകന്, കിതാബ് പഠനെ പുസ്തകം വായിക്കാന്, അല്ലെങ്കിൽ ഫിലിം ദേഖിനേക്ക് ഫിലിം കാണാന് വേണ്ടിയും പ്രേരിത് ഹോ ജായെ പ്രചോദനമാകണം. ബ്ലർബ് വായിക്കുമ്പോൾ തന്നെ വായനക്കാരനോ പ്രേക്ഷകനോ പുസ്തകം വായിക്കാനോ സിനിമ കാണാനോ പ്രചോദനമാവണം. ഇസ് ദൃഷ്ടി സെ ദേഖാ ജായതോ, ഈ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ബ്ലർബ് സ്വയം ഹി, ബ്ലർബ് സ്വയം തന്നെ ഏക് സൃജനാത്മക കാര്യഹേ, ഒരു സൃഷ്ടിപരമായ കാര്യമാണ്. ഈ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ബ്ലർബ് തന്നെ ഒരു സർഗാത്മക സൃഷ്ടിയാണ്. ഇസ്കി ഭാഷ, അതിലെ ഭാഷയും ഔർ പ്രസ്തുതിക്ക് ശൈലി, അവതരണ ശൈലിയും അനോഖി വിചിത്രമായിരിക്കും. താക്കി അതായത് പഠത്തേഹി, അത് വായിക്കുമ്പോൾ തന്നെ പാഠക വായനക്കാരനെ രചനാക്കെ പ്രതി, രചനയോട് ആകർഷിത് ഹോ ജായെ, ഒരു ഇൻട്രസ്റ്റ് തോന്നിപ്പിക്കും. അതിലെ ഭാഷയും അവതരണ ശൈലിയും വ്യക്തമായിരിക്കണം. അപ്പോൾ വായിക്കുമ്പോൾ തന്നെ വായനക്കാരന് ആ കൃതിയോട് ഒരു താല്പര്യം തോന്നണം.
അപ്പോ മക്കളെ ബ്ലർബ് എന്നാൽ എന്താണെന്ന് മനസ്സിലായോ? അതായത് നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം കിട്ടണം അല്ലേ? ആ വിവരണത്തെയാണ് ബ്ലർബ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മളൊരു ബുക്ക് സ്റ്റാളിലൊക്കെ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പുസ്തകം സെലക്ട് ചെയ്യുന്നത്? പുസ്തകത്തിന്റെ പുറം ചട്ടയുടെ ഷോർട്ട് വിവരണം വായിച്ചിട്ടാണ് അല്ലേ? ആ സംക്ഷിപ്ത വിവരണത്തെയാണ് ഷസ്തി അല്ലെങ്കിൽ ബ്ലർബ് എന്ന് പറയുന്നത്. കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലർബ് അല്ലെങ്കിൽ ഷസ്തി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബൂട്ടി കാക്കി എന്ന സിനിമയുടെ ബ്ലർബ് പഠിക്കാം. പ്രേംചന്ദ് എഴുതിയ ബൂട്ടി കാക്കി എന്ന കഥയുടെ മലയാളം എക്സ്പ്ലനേഷൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം അത് കാണുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നോക്കൂ, ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ കാൽജയി കഥാകാർ, കാലാതീതനായ കഥാകാരൻ പ്രേംചന്ദിന്റെ एक മാർമിക കഹാനി ഹെ, ഒരു ഹൃദയസ്പർശിയായ കഥയാണ് ബൂട്ടി കാക്കി എന്നത്. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ കലാതീതനായ കഥാകൃത്ത് പ്രേംചന്ദിന്റെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് ബൂട്ടി കാക്കി. മാനുഷിക കരുണയുടെ ഭാവനകൾ കൊണ്ട് ഓതപ്രോത് നിറഞ്ഞ ഇസ് കഹാനിമേം, ഈ കഥയിലെ ബുട്ടാപ്പേക്ക് സമസ്യാക്കോ, വാർദ്ധക്യത്തിലെ പ്രശ്നങ്ങളെ പ്രസ്തുതിക്കിയാകയാഹെ, അവതരിപ്പിച്ചിരിക്കുന്നു. മാനുഷിക കരുണ കൊണ്ട് നിറഞ്ഞ ഈ കഥയിലെ വാർദ്ധക്യകാലത്തെ പ്രശ്നങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വൃദ്ധജനങ്ങളുടെ ജായദാദി സമ്പത്ത്, ജന്മസിദ്ധമായ സമ്പത്തുകൾ ലേനേക്കെ ബാദ്, കൈവശപ്പെടുത്തിയതിനു ശേഷം ഉൻകി ഉപേക്ഷ കർണേവാല, അവരെ ഉപേക്ഷിക്കുന്ന സാമാജിക യാഥാർത്ഥ്യക്ക് ഓർ, സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്കാണ് കഹാനി ഇഷാര കർത്തി ഹെ, കഥ വിരൽ ചൂണ്ടുന്നത്. പ്രായമായവരുടെ സ്വത്തുക്കൾ കൈവശപ്പെടുത്തിയതിനു ശേഷം അവരെ ഉപേക്ഷിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ കഥ വിരൽ ചൂണ്ടുന്നത്. ബൂട്ടി കാക്കിക്കോ വിധവാ ഹുയി, ബൂട്ടി കാക്കി വിധവയായിട്ട് 5 വർഷം ഹോ ചുക്കേതി, 5 വർഷമായി. ഉസ്കെ ജവാൻ ബേട്ടെ കോബി, അവരുടെ യുവാവായ മകനും അകാൽ മൃത്യു ഹുയി, അകാലത്തിൽ മരണമടഞ്ഞു. ഈ സംസാർമേ, ഈ ലോകത്തിലെ ബൂട്ടി കാക്കിക്ക് അപ്പനാ കഹിനെ വാല, തന്റേതെന്ന് പറയാൻ കോയി നെഹീം, ആരും തന്നെ ഇല്ലായിരുന്നു. ഈ ലോകത്തിലെ ബൂട്ടി കാക്കിക്ക് സ്വന്തം എന്ന് പറയാൻ ആരും തന്നെ ഇല്ല. കാക്കി അപ്പനെ സാരി സമ്പത്തി, കാക്കി തന്റെ മുഴുവൻ സ്വത്തും ബത്തീച്ചയ്ക്ക് നാം, സഹോദരപുത്രന്റെ പേരിൽ, ബത്തീച്ചെ സഹോദരപുത്രന്റെ പേരിൽ കർവാക്കർ നൽകിയിട്ട് ഉസ്കെ സാത്ത് രഹ്തീതി, അവന്റെ കൂടെ താമസിക്കുകയായിരുന്നു. കാക്കി തന്റെ മുഴുവൻ സ്വത്തും അനന്തരവന്റെ പേരിൽ എഴുതി കൊടുത്ത് അവനോടൊപ്പം താമസിക്കുകയായിരുന്നു. ഇൻസാൻ കെ ലാലച്ചുക്കോ, മനുഷ്യന്റെ അത്യാഗ്രഹത്തിന് കോയി സീമാ നഹി ഹോത്തി, യാതൊരു അതിരുകളും ഇല്ലായിരുന്നു. കാക്കി തന്റെ മുഴുവൻ സ്വത്തും സഹോദരപുത്രന്റെ പേരിൽ നൽകി, എന്നിട്ട് അവരുടെ കൂടെ താമസിക്കുകയായിരുന്നു. മനുഷ്യന്റെ അത്യാഗ്രഹത്തിന് യാതൊരു അതിരുകളുമില്ല. ബുദ്ധിറാം ഔർ രൂപ, ബുദ്ധിറാമും രൂപയും. ഈ ബുദ്ധിറാമാണ് സഹോദരപുത്രൻ, രൂപ അവരുടെ ഭാര്യയാണ്. ബുദ്ധിരാമനും രൂപയും അപ്പനെ കാക്കിക്കെ പ്രതി, തന്റെ കാക്കിയോട്, തന്റെ ഇളയമ്മയോട് തബ് തക്, അപ്പോൾ വരെയാണ്, ബഹുത്ത് അച്ഛേ രഹത്തേഹെ, നല്ല രീതിയിൽ പെരുമാറിയത്. ജബ് തക്, ഏതുവരെ, വഹുവിനെയും അപ്പനീ സാരീ സമ്പത്തി, അവർ തന്റെ മുഴുവൻ സ്വത്തുക്കളും ഉപഹാർമേം, ഉപഹാരമായിട്ട് നെഹീം ദേ ദേത്തി, എപ്പോൾ വരെയാണോ നൽകാതിരുന്നത് അതുവരെയാണ് അവർ കാക്കിയോട് നല്ല രീതിയിൽ പെരുമാറിയത്. ബുദ്ധിരാമും രൂപയും കാക്കി തന്റെ മുഴുവൻ സ്വത്തുക്കളും അവർക്ക് നൽകുന്നത് വരെ മാത്രമാണ് അവരോട് നല്ല രീതിയിൽ പെരുമാറിയത്. വേ ലോഗ്, ആ ആളുകൾ, ബാത്ത് പർ, ഓരോ കാര്യത്തിനും ബൂട്ടി കാക്കിയെ അപമാൻ ഔർ തിരസ്കാർ കർത്തതെ, അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുമായിരുന്നു. അവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ബൂട്ടി കാക്കിയെ അപമാനിക്കുമായിരുന്നു, അവഹേളിക്കുമായിരുന്നു. ബർപേട് ഭോജൻസെ, വയറ് നിറച്ച് ഭക്ഷണം പോലും, വഹു വഞ്ചിതതി, അവർ വഞ്ചിക്കപ്പെട്ടു, വയർ നിറച്ച് ഭക്ഷണം പോലും അവർക്ക് കിട്ടിയിരുന്നില്ല.
ജോ റിഷ്തെ ഏത് ബന്ധമാണ് ടീലി ബുനിയാദ് പർ അയഞ്ഞ അടിത്തറയിലോട്ട് ടിക്കേ ഹോത്തെ ഹെ താന്നു പോകുന്നത്. ജോ റിഷ്തെ ഹി ആ ബന്ധം ഗത്തം ഹോ ജാത്തെ ഹെ അവസാനിക്കും. അയഞ്ഞ അടിത്തറയുള്ള ബന്ധം അവസാനിക്കും. അതായത് ഉറച്ച അടിത്തറയില്ലാത്ത ബന്ധങ്ങൾ ഒടുവിൽ തകർന്നു പോകും. ചോട്ടി ലടുക്കി ലാഡ്ലി ചെറിയ പെൺകുട്ടി ലാഡ്ലി. പരിവാർമേ കുടുംബത്തില് ഏകമാത്ര ഐസിഹെ ഒരേ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ജോസ് ഗരീബ് ആത്മാക്കോ അവർ ആ പാവപ്പെട്ട വൃദ്ധയെ ദേഖ്ഭാൽ കർത്തിഹെ സംരക്ഷിക്കുമായിരുന്നു. കുടുംബത്തിലെ ചെറിയ പെൺകുട്ടിയായ ലാഡ്ലി മാത്രമാണ് ആ പാവം വൃദ്ധയോട് സ്നേഹത്തോടെ പെരുമാറിയിരുന്നത്. മുൻഷി പ്രേംചന്ദ് കി അവിസ്മരണീയ കഹാനി. മുൻഷി പ്രേംചന്ദിന്റെ അവിസ്മരണീയ കഥയാണ് ഗുൽസാർ. ഗുൽസാർ സംവേദൻശീൽ ഔർ മാർമിക് ലഘു ഫിലിം. ഗുൽസാർ തന്റെ ഹൃദയസ്പർശിയും വികാരവും നിറഞ്ഞ ലഘു ഫിലിമാക്കി മാറ്റിയത്. മുൻഷി പ്രേംചന്ദിന്റെ മറക്കാനാവാത്ത ഈ കഥയെ ആസ്പദമാക്കി ഗുൽസാർ ഹൃദയസ്പർശിയും വികാരവുമായ ഒരു ലഘു ലേഖനം ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബൂട്ടി കാക്കി എന്ന സിനിമയുടെ ബ്ലർബ് വരുന്നത്. നെക്സ്റ്റ് പേജ് നമ്പർ 22 ഒരു ബ്ലർബ് കൊടുത്തിട്ടുണ്ട്. കിതാബ് കി ശസ്തി കാ ഏക് നമൂന പഠെ. പുസ്തകത്തിന്റെ ശസ്തിയുടെ ഒരു മാതൃക വായിക്കാം. ഇവിടെ പ്രേംചന്ദിന്റെ ഗോദാൻ എന്ന ഉപന്യാസത്തിന്റെ ബ്ലർബ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്രേംചന്ദിന്റെ ഗോദാൻ എന്ന ഉപന്യാസത്തിൽ കർഷക ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നോക്കൂ, പ്രേംചന്ദ് കെ ഉപന്യാസോമേ പ്രേംചന്ദിന്റെ ഉപന്യാസങ്ങളിലെ ഏക് തരഫ് ഒരു ഭാഗത്ത് കിസാൻ ജീവൻ ക കർഷക ജീവിതത്തിന്റെ വിശദ ചിത്രം മിൽത്താ ഹെ വിശദമായ ചിത്രീകരണം കാണാം. വഹീം ദൂസരി ഓർ അതിന്റെ മറുഭാഗത്ത് ഉന്മേം അതിൽ പതൻശീൽ തകർച്ചയിലായതും ഔർ ഉദീയമാൻ ഉയർന്നു വരുന്നതുമായ സാമാജിക ശക്തിയോം കി സാമൂഹിക ശക്തികളെ കുറിച്ചുള്ള അസാധാരണ പഹച്ചാൻ അസാധാരണമായ തിരിച്ചറിവും ദിക്കായി ദേത്തി ഹെ കാണാം. പ്രേംചന്ദിന്റെ നോവലുകളിലെ ഒരു ഭാഗത്ത് കർഷക ജീവിതത്തിന്റെ വിശദമായ ചിത്രണം കാണാം, മറുഭാഗത്ത് തകർച്ചയിലായതും ഉയർന്നു വരുന്നതുമായ സാമൂഹിക ശക്തികളെ കുറിച്ചുള്ള അസാധാരണമായ തിരിച്ചറിവും അതിൽ പ്രകടമാകുന്നുണ്ട്. ഗോദാൻ അനേക അർത്ഥോമേ പല അർത്ഥങ്ങളിലും സർവദാ അനൂട്ടി രചനാഹെ തികച്ചും സവിശേഷമായ ഒരു കൃതിയാണ്. ഇസ്മേം ഇതിലെ മുനാഫെ ലാഭത്തിന്റെയും ഔർ മെഹ്നത്ത് കി കഠിനാധ്വാനത്തിന്റെയും ദുനിയാ കെ ബീച്ച് ലോകങ്ങൾ തമ്മിൽ ഗഹരായി ഗായി ആഴത്തിലുള്ള അകലം ഉനോനെ അദ്ദേഹം ബഡീ ബാരീഖി വളരെ സൂക്ഷ്മമായി ചിത്രൻ കിയാ ഗയാ ഹെ ചിത്രീകരിച്ചിരിക്കുന്നു. ലാഭത്തിന്റെ ലോകവും കഠിനാധ്വാനത്തിന്റെ ലോകവും തമ്മിൽ വർദ്ധിച്ചു വരുന്ന അകലം അദ്ദേഹം വളരെ സൂക്ഷ്മമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഗോദാനിൽ കിസാൻ പാത്രോംകോ അനേകം കർഷക കഥാപാത്രങ്ങളെ ഉബാർക്കർ രഖ്നേക്കെ ബദലെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് പകരം ഉൻകാ ധ്യാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഹോരി പർ കേന്ദ്രിത രക്കാഹെ ഹോരിയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഗോദാനിൽ നിരവധി കർഷക കഥാപാത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് പകരം എഴുത്തുകാരൻ തന്റെ ശ്രദ്ധ പ്രധാനമായും ഹോരി എന്ന കഥാപാത്രത്തിലേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉസ്കെ ചരിത്രമേം അവരുടെ സ്വഭാവത്തില് ഹോരി എന്ന ആളുടെ സ്വഭാവത്തില് ഉൻ തമാം കിസാനോം കി മുഴുവൻ കർഷകരുടെയും വിശേഷതായും പ്രത്യേകതകൾ മൗജൂദ് ഹെ അടങ്ങിയിട്ടുണ്ട്. ഹോരി എന്ന കഥാപാത്രത്തില് മുഴുവൻ കർഷകരുടെ പ്രത്യേകതയും അടങ്ങിയിട്ടുണ്ട്. ജോ അത് ജമീന്ദാരോ ഭൂവുടമകളുടെയും മഹാജനോ പണക്കാരായ പലിശക്കാരുടെയും ധീമേ ധീമേ പതുക്കെ പതുക്കെയുള്ള ചൂഷണത്തിന് കിന്തു ബിന രുക്കേ ചൽനേവാല് നിർത്താതെ പ്രവർത്തിക്കുന്ന ചക്കിമേം ചക്കി അരകല്ല്, ഈ അരിയൊക്കെ പൊടിക്കുന്ന അരകല്ലാണ് ചക്കി. പിസിനെ കേലിയെ പൊടിക്കാൻ വേണ്ടി അഭിശാപ്ത് ഹെ ശപിക്കപ്പെട്ടവരാണ്. ഭൂവുടമകളുടെയും പണക്കാരായ പലിശക്കാരുടെയും ചൂഷണത്തിൽപ്പെട്ട് എന്നും അരകല്ലിൽ പൊടിക്കപ്പെടാൻ ശപിക്കപ്പെട്ടവരാണ്. അതായത് ഭൂവുടമകളുടെയും പണക്കാരായ പലിശക്കാരുടെയും പതുക്കെ പതുക്കെ ഒരിക്കലും നിർത്താത്ത ചൂഷണത്തിൽപ്പെട്ടിട്ട് കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ട കർഷകരുടെ കാര്യമാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്.
ബാർ ബാർ പഠനേ കെ ബാദ് ഭി വീണ്ടും വീണ്ടും വായിച്ചതിന് ശേഷവും ഈ രചനയുടെ താസകി പുതുമ ഗത്മി നഹി ഹോത്തി അവസാനിക്കുന്നില്ല. ഈ കൃതി എത്ര തവണ വായിച്ചാലും അതിന്റെ പുതുമ നഷ്ടപ്പെടുന്നില്ല. യഹ് ഇസ്കി മഹാനത ഹെ, അതാണ് ഈ കൃതിയുടെ മഹത്വം. അപ്പൊ ഇങ്ങനെയാണ് ഗോദാൻ എന്ന ഉപന്യാസത്തിന്റെ ബ്ലർബ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഉപന്യാസമൊക്കെ ഒന്ന് വായിക്കുക. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്റർ വന്നിട്ടുള്ളത്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്